വെൽക്കം ടു മനോരമ ഹൊറൈസൺസ് അനദർ യൂട്യൂബ് വീഡിയോ. ഐ എം ജസ് ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഫിഗറിലോട്ട് നോക്കിക്കേ. എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഓറഞ്ചസ് ടു പൈനാപ്പിൾസ്? നമുക്ക് കുറെ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട് അല്ലേ? ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾസ് ഉണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് ഓറഞ്ചസ് ടു പൈനാപ്പിൾസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് ഓരോന്ന് എണ്ണാലോ. എത്ര ഓറഞ്ചസ് ഉണ്ട് ഇവിടെ? 1 2 3 ഉണ്ട് അല്ലേ? ഓക്കെ, 3 ഓറഞ്ചസ് നമുക്ക് തന്നിട്ടുണ്ട്. പൈനാപ്പിൾസ് നോക്കിയേ, 1 2 3 4 5 6 പൈനാപ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നോക്കിക്കേ, ഇനി നമ്മൾ ഇതിൻ്റെ റേഷ്യോ എഴുതാൻ പോവാം. റേഷ്യോ നിങ്ങൾ ഓൾറെഡി ചെറിയൊരു ബേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ റേഷ്യോ എങ്ങനെ എഴുതാറ്? 3:6 എന്നുള്ള രീതിയിലാണ് അല്ലേ റേഷ്യോ എഴുതാറ്. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് നമ്മൾ ആക്കേണ്ടത് 3:6. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് 1:2 എന്നുള്ള രീതിയിലും നമുക്ക് 3:6 എഴുതാം അല്ലേ? കാരണം എന്താണ്, രണ്ടിടത്തും 3 വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ബേസിക്കലി നിങ്ങൾ എന്താണ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യുവാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. എന്താണ് റേഷ്യോ? റേഷ്യോസ് ആർ കമ്പാരിസൺസ് മെയ്ഡ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 സെറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 2 സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ നമ്പേഴ്സ് പറയുന്നതാണ് എന്ത് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിയേ, ദർ ആർ 8 ഗേൾസ് ആൻഡ് 7 ബോയ്സ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 8 ഗേൾസും 7 ബോയ്സും ഉണ്ട്. അങ്ങനെയാണ് റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ഗേൾസിന്റെ റേഷ്യോ എന്ന്, അല്ലെങ്കിൽ ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്കറിയാം. ഈസ്റ്റു അടുത്ത എന്താണ്? ബോയ്സിന്റെ ആണ് അല്ലേ? ബോയ്സിന്റെ 7 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റേഷ്യോ എന്ത് വരും? 8:7 ആണ് നമ്മുടെ റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ഇത് നോക്കിക്കേ. അടുത്ത എന്താണ്? അടുത്ത് നോക്കിക്കേ, ഔട്ട് ഓഫ് 25 ഫ്രൂട്ട്സ്, നമുക്ക് മൊത്തം 25 ഫ്രൂട്ട്സ് തന്നിട്ടുള്ളതിൽ 7 എണ്ണം എന്താണ്? ആപ്പിൾ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സോ ഔട്ട് ഓഫ് 100 ഫ്രൂട്ട്സ് നമ്പർ ഓഫ് ആപ്പിൾസ് ആർ. അങ്ങനെയാണെങ്കിൽ 100 ഫ്രൂട്ട്സ് മൊത്തം ഉണ്ടെങ്കിൽ അതിൽ ആപ്പിൾസിന്റെ റേഷ്യോ, അതായത് സെയിം റേഷ്യോ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 എണ്ണത്തിൽ എത്ര എണ്ണം കാണുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാമല്ലോ. നോക്കിക്കേ, നമുക്കിപ്പോൾ തന്നിട്ടുള്ള എന്താണ്? 25 ഫ്രൂട്ട്സിൽ ടോട്ടൽ 25 ഫ്രൂട്ട്സിൽ നമുക്ക് എത്ര ആപ്പിളാണ് തന്നിട്ടുള്ളത്? 7 ആണെന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 100 ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്താൽ പോരെ? 7/25 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ റേഷ്യോ കിട്ടും. അതിനെ നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. നോക്കിക്കേ, എത്ര വരും? 25ഉം 100ഉം കട്ട് ചെയ്യുമ്പോൾ 4 വരും. 7 × 4 28 വരും അല്ലേ? അതായത് 100 ഫ്രൂട്ട്സ് എടുത്താൽ അതിൽ എത്ര ആപ്പിൾസ് ഉണ്ടാവും? 28 ആപ്പിൾസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർസെൻറ്റേജ്, ദ വേർഡ് പേഴ്സൺ മീൻസ് പെർ 100 എന്നാണ്. അതായത് നമ്മൾ ശതമാന കണക്ക് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ 100ൽ എത്ര എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? പെർസെൻറ്റേജ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അല്ലേ? സോ 40%. 40% എന്ന് വെച്ചാൽ എന്താണ്? 100ൽ 40 എന്നാണ് അല്ലേ? 40 ഔട്ട് ഓഫ് 100 എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നോക്കിക്കേ, എ പേഴ്സൺ ഈസ് ദ റേഷ്യോ ഓഫ് എ നമ്പർ ടു 100. അത് തന്നെയാണ് പറയുന്നത്. 100ൽ എത്ര എന്നുള്ള കണക്കിനാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സിമ്പിൾ പെർസെൻറ്റേജ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളാണ്. നമ്മൾ പെർസെൻറ്റേജിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇതല്ലേ? ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എ നമ്പർ ഈസ് എ പെർസെൻറ്റേജ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നോക്കാമല്ലോ. ജോൺ ഹാഡ് സ്കോർഡ് 30 മാർക്സ് ഔട്ട് ഓഫ് 50 മാർക്സ്. എത്രയാണ് ജോൺ മേടിച്ച മാർക്ക്? അപ്പം 50 മാർക്കിൽ 30 മാർക്കാണ് ജോൺ മേടിച്ച് സ്കോർ ചെയ്ത മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇൻ ദ മാത്സ് എക്സാം കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഹിസ് മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 50 മാർക്കിൽ 30 കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കാണണം. പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? 100ൽ എത്ര എന്നുള്ള കണക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാവുന്ന കാര്യം എടുത്തെഴുതാം. ഔട്ട് ഓഫ് 50 എത്രയാണ് ജോൺ സ്കോർ ചെയ്തതെന്ന് നമുക്കറിയാം, 30 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 100ൽ എത്ര എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ എത്ര വരും? 50 100 പോകുമ്പോൾ 2 വരും. 30 × 2 60% അഥവാ 100ൽ 60 അഥവാ 60% എന്ന് പറയാം അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് ക്ലിയർ ആണല്ലോ. അപ്പം നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നോക്കാമല്ലോ. ഒരു പ്രോബ്ലം നോക്കിക്കേ, കൺവേർട്ട് ദ ഫോളോയിങ് റേഷ്യോ ടു പെർസെൻറ്റേജ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 റേഷ്യോസ് തന്നിട്ടുണ്ട് അല്ലേ? ആരൊക്കെ റേഷ്യോസ്? 3:4ഉം 2:3. ഈ 2 റേഷ്യോസിനെ നമ്മൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യണം? 100ൽ എത്ര എന്നുള്ള കണക്ക് വെച്ചിട്ട് നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. നോക്കാമല്ലോ.
ആദ്യത്തെ പ്രോബ്ലം നോക്കാം. 3:4 നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പെർസെൻറ്റേജ് ആക്കി എഴുതേണ്ടത്. 3:4 നമുക്ക് ബേസിക്കലി എന്താണ്? 3/4 തന്നെയാണ് എന്ത്? 3:4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3:4 എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, ഇതിന് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 100നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 4ഉം 100ഉം കൂടെ പോയാൽ 25 വരും. 3 × 25 75% ആണ് എന്ത്? നമ്മുടെ 3:4 എന്ന റേഷ്യോനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാമല്ലോ. അടുത്ത ബി പാർട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? 2:3 നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. 2:3 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2/3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി 2/3 ഞാൻ ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്? പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? 200/3 വരും. അത് എത്രയാണ്? 66.6666 അങ്ങനെ പോകും അല്ലേ? അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് എഴുതാം? 66.67% എന്ന് എഴുതാം അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി ഇതുപോലെ തന്നെ പെർസെൻറ്റേജിന്റെ അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. അടുത്ത പ്രോബ്ലം എന്താ പറയുന്നത്? 72% of 25 students are interested in mathematics. How many are not interested in mathematics? അതായത് മൊത്തം 25 സ്റ്റുഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 72 പേരും എന്താണ്? ഇൻട്രസ്റ്റഡ് ആണ്. ഏതിൽ? നമ്മുടെ മാത്സ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് 72% ആൾക്കാരും. അപ്പം ബാക്കിയുള്ള അല്ലെങ്കിൽ ഹൗ മെനി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാത്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പേർക്ക് മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ല, അല്ലെ മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 72% ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ബാക്കിയുള്ളവർ ഇഷ്ടമില്ലാത്തവരായിരിക്കുമല്ലോ. അപ്പം അതെത്ര ശതമാനം ആൾക്കാരാണെന്ന് നോക്കിയാലോ? ആരാ? സ്റ്റുഡൻസ് ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാത്സ് അല്ലേ? എത്ര വരും? 100 - 72% വരും അല്ലേ? അത് എത്രയാ? 28% ആൾക്കാർക്കും എന്തിഷ്ടമല്ല? മാത്സ് പഠിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവരുടെ എണ്ണം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25ന്റെ 28% കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 25 × 28 / 100 എന്ന് എഴുതാം അല്ലേ? പെർസെൻറ്റേജ് നമുക്ക് ചുമ്മാ പെർസെൻറ്റേജ് എഴുതാൻ പറ്റൂല. /100 വെച്ചിട്ട് എപ്പോഴും എഴുതാവുള്ളൂ. ഓക്കെ, 28% ആയതുകൊണ്ടാണ് 28 / 100 എന്ന് എഴുതിയത്. ഇവിടെ നമ്മൾ വെട്ടിക്കളയുമ്പോൾ എന്താവും? ഇവിടെ 4 വരും. 4ഉം 28ഉം വെട്ടിപ്പോകുമ്പം 7 വരും അല്ലേ? അപ്പം എത്ര ആൾക്കാർക്കാണ് മാത്സിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്തത്? 7 സ്റ്റുഡൻസ് ആണ് മാത്സിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്തത്. അപ്പം ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് പോവാം. അടുത്ത കോൺസെപ്റ്റ് എന്താണ്? ഡിസ്കൗണ്ട് ആണല്ലേ. അപ്പം നിങ്ങൾ കടകളിലൊക്കെ ഡ്രസ്സ് വാങ്ങാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ എന്ത് ഓഫർ ചെയ്യാറുണ്ട്? ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ അവരിട്ടിരിക്കുന്ന പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു ചെറിയ തുക കുറച്ച് നമുക്ക് തരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ? ഡിസ്കൗണ്ടിന് ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞു നോക്കിക്കേ. ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഗിവൺ ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. നമ്മൾ മേടിക്കുന്ന ഒരു സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാവുന്ന കുറവ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ? ഈ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം എന്താണ്? സെയിൽ പ്രൈസ് എന്താണ്? നമുക്ക് കിട്ടിയ പൈസ. മാർക്കറ്റ് പ്രൈസ് എന്താണ്? ടാഗിൽ ഉണ്ടായിരുന്ന പൈസ. അപ്പോൾ എത്ര രൂപയാണ് കുറച്ച് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവർ മാർക്ക് ചെയ്ത പ്രൈസിൽ നിന്നും നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും എത്ര രൂപയ്ക്ക് കിട്ടി അത് കുറച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയതെന്ന് മനസ്സിലാവും. ഇനി ഇതേ സാധനത്തിൽ നിന്ന് നമുക്ക് സെയിൽ പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? സെയിൽ പ്രൈസ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട് പറയും 1000 രൂപയുടെ സാധനമാണ്, അത് നിങ്ങൾക്കായതുകൊണ്ട് മാത്രം ഞാനൊരു 100 രൂപ കുറച്ച് തരുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് അവിടെ സെയിൽ പ്രൈസ് വരുന്നത്? 1000 - 100 ആണല്ലേ വരുന്നത്. അതാണ് ഈ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. എത്ര ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എത്രയാണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. എന്താണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഈ ഡിസ്കൗണ്ട് എന്താണ്? നമുക്ക് കുറച്ച് കിട്ടിയ എമൗണ്ട് ആണ് എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് പ്രൈസ് എന്താണ്? എത്ര രൂപയാണോ മാർക്ക് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആ പൈസയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക? അതിനെ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ
ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഇനി ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് 2-3 പ്രോബ്ലം ചെയ്താലോ? ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കേ. എ ചെയർ മാർക്കറ്റ് അറ്റ് 2000 rupees is sold for rupees 1700. വാട്ട് ഈസ് എ ഡിസ്കൗണ്ട് ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഇവിടെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം, ഡിസ്കൗണ്ട് പെർസെൻറ്റേജും കണ്ടുപിടിക്കണം. എന്താണ് തന്നിട്ടുള്ളത്? ഒരു കസേര 2000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ വെച്ചിരുന്ന ഒരു കസേര 1700 രൂപയ്ക്കാണ് വിറ്റുപോയത് അല്ലേ? 1700 റുപ്പീസിനാണ് അത് വിറ്റുപോയത്. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ കടക്കാരനുണ്ടായിരിക്കുന്ന നഷ്ടവും ആ ഡിസ്കൗണ്ട് പെർസെൻറ്റേജുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്? ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഫോർമുല പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ് ആണല്ലേ, അഥവാ MP മൈനസ് SP ആണ്. നോക്കിക്കേ, ഇവിടെ എത്രയാണ് മാർക്കറ്റ് പ്രൈസ്? അവർ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? 2000 രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എത്ര രൂപയ്ക്കാണ് അത് വിറ്റുപോയത്? 1700 റുപ്പീസിനാണ് അത് വിറ്റുപോയത്. അതുകൊണ്ട് അവിടുത്തെ ഡിസ്കൗണ്ട് എത്രയാണ്? 300 റുപ്പീസാണ് അവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജും കൂടെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്തുണ്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന്? നമ്മളിപ്പോൾ ഫോർമുല പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഫോർമുല പഠിച്ചത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ പഠിച്ചേ? അതപ്പോൾ എത്ര വരും എന്ന് നോക്കാം. ഡിസ്കൗണ്ട് ഇവിടെ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 300 ആണ്. ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 2000 ആയിരുന്നു. 2000 ഇൻറ്റു എത്ര വരും? 100 വരും അല്ലേ? ഇവിടെ നമുക്ക് വെട്ടിക്കളഞ്ഞാൽ എത്ര വരും ബാക്കി? 300 ഡിവൈഡഡ് ബൈ 20 വരും. ഇവിടെ നമുക്ക് വെട്ടിക്കളഞ്ഞ് ബാക്കി എത്ര വരും? 15% ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 2000-ൻ്റെ 15%, 2000-ൻ്റെ 15% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയോണ്ടാണ് 1700 നമുക്കിത് വിറ്റ് കിട്ടിയത്, വാങ്ങാൻ പറ്റിയതെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. എ ഷോപ്പ് ഗീവ്സ് 25% ഡിസ്കൗണ്ട്. ഒരു കടയിൽ എന്ത് നടക്കുന്നു? ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നു. അതിലെല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? 25% ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? What would be the sale price of a trolley bag marked 3500? 3500 രൂപ അല്ലെങ്കിൽ 3500 റുപ്പീസിൻ്റെ ഒരു ട്രോളി ബാഗ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കടയിലായതുകൊണ്ട് 25% ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ട്രോളി ബാഗിൻ്റെ പ്രൈസ്, സെയിൽ പ്രൈസ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാമല്ലോ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു എത്രയാണ്? 3500 ആണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 25% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെയിൽ പ്രൈസ് എന്ന് പറയാൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 3500-ൻ്റെ 25% എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇത് എത്ര വരും? 35 ഇൻറ്റു 25 875 വരും അല്ലേ? അപ്പോൾ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് ഇവിടെ കിട്ടിയേക്കുന്നത്? 875 റുപ്പീസാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയേക്കുന്നത്. ഇനി സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 875 ആണോ? അല്ല, നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ആണ് എത്രയാണ്? 875 അല്ലെങ്കിൽ 875 എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്കൗണ്ട് എന്തിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം? നമ്മുടെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെയിൽ പ്രൈസ് കിട്ടുള്ളൂ അല്ലേ? അതായത് SP ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാൻ പറ്റും? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 3500 അല്ലെങ്കിൽ 3500 മൈനസ് 875 എത്ര വരും? 2625 വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ട്രോളി ബാഗിൻ്റെ ലാസ്റ്റ് പ്രൈസ് അഥവാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിസ്കൗണ്ട് ആക്ച്വലി സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ്, അതായത് 25% ആ പെർസെൻറ്റേജിൻ്റെ കണക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സുഖമായി പഠിച്ചെടുക്കാവുന്ന കോൺസെപ്റ്റാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബില്ലിൻ്റെ അടിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ്? GST എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഇടയായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു ടാക്സ് അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ഒരു ടാക്സ് നമ്മൾ അടയ്ക്കുന്ന ഒരു കുറച്ച് പൈസ നമ്മൾ കൂടുതൽ അടയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണിത് അല്ലെങ്കിൽ എന്താണിതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബേസിക്കലി ഒരു ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനോട്ട് ഈ കൺട്രിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മളൊരു
കുറച്ചൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ടാക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ ഈ ചാപ്റ്ററിൽ വരുന്നത് 3 ടൈപ്പ് ഓഫ് ടാക്സസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് വരുന്നത് സെയിൽസ് ടാക്സ് ആണ്. സെയിൽസ് ടാക്സും ബാക്കി ടാക്സുകളും ഒക്കെ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് 3 ടൈപ്പ് ഓഫ് ടാക്സസ് ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? ഒന്ന് സെയിൽസ് ടാക്സ് ആണ്, ഒന്ന് വാല്യൂ ആഡഡ് ടാക്സ് ആണ്, ഒന്ന് ഈ പറയുന്ന GST ആണ്. GST നിങ്ങളെല്ലാം കേട്ട് ഇപ്പോൾ ചെറിയൊരു പരിചയമെങ്കിൽ നിങ്ങൾക്ക് GST ഉണ്ടാവും. പക്ഷേ GSTയുടെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GSTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സ് എന്താണെന്ന് കണ്ടല്ലേ, നമ്മളൊരു കമ്മോഡിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് പൈസ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ? സെയിൽസ് ടാക്സ് ബേസിക്കലി ചാർജ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അതായത് ഗവൺമെൻറ്റിലോട്ട് തന്നെയാണ് നമ്മൾ ഈ സെയിൽസ് ടാക്സ് അടയ്ക്കുന്നത്. പക്ഷേ സെയിൽസ് ടാക്സിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിൽ നിന്നും ഈടാക്കുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത്? സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് നോക്കിക്കേ, കളക്റ്റഡ് ബൈ ദ റീറ്റെയിലർ വെൻ ദ ഫൈനൽ സെയിൽ ഓഫ് സപ്ലൈ ഈസ് റീച്ച്ഡ്. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു കമ്മോഡിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തണമെങ്കിൽ എന്തൊക്കെ അതിൻ്റെ പുറകിൽ ഫേസസ് ഉണ്ട്? ആദ്യം നമ്മൾ റോ മെറ്റീരിയൽസ് എടുക്കണം, അത് അസംബിൾ ചെയ്യണം, അത് അസംബിൾ ചെയ്തിട്ട് എന്താണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് കസ്റ്റമേഴ്സിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഏതൊക്കെ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്? റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്നായിരിക്കും. അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഹോൾസെയിലർക്ക് വിൽക്കുന്നത് വേറെ സ്ഥലത്തു നിന്നായിരിക്കും. റീറ്റെയിലർക്ക് വെക്കുമ്പോഴത്തേക്കും അത് വേറൊരു സ്ഥലത്തായിരിക്കും. അതും കഴിഞ്ഞ് റീറ്റെയിലർ കസ്റ്റമേഴ്സ് കൊടുക്കുന്നതാകുമ്പോഴത്തേക്കും വേറൊരു ഫേസിലായിരിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്തൂടെ കടന്നു പോയിട്ട് ആണ് നമ്മൾ ഫൈനൽ ചെയിനിൽ അല്ലെങ്കിൽ ഫൈനൽ കസ്റ്റമറിലോട്ട് എത്തുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ മാത്രം ഈടാക്കുന്ന ചാർജാണ് എന്ത്? സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് വാങ്ങുന്നയാൾ അത് വിൽക്കുമ്പോൾ മാത്രം, ലാസ്റ്റത്തെ ആൾ റീറ്റെയിലർ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ഈടാക്കുന്ന ചാർജാണ് എന്ത്? സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. അതാണ് ഫൈനൽ സെയിൽ ഇൻ ദ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ സപ്ലൈ ചെയിൻ എങ്ങനെയാണ് പോകുന്നത്? റോ മെറ്റീരിയൽസ് അസംബിൾ ചെയ്തിട്ട് പിന്നെ അത് പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങനെയല്ലേ പോകുന്നത്. അതിൻ്റെ ഫൈനൽ സെയിലിൽ മാത്രം നടക്കുന്നതുകൊണ്ടാണ് അതിനെ സെയിൽസ് ടാക്സ് എന്ന് വെക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്തായിരിക്കും? ആ പേരിൽ നിന്ന് പറയാവോ വാല്യൂ ആഡഡ് ടാക്സ് എന്താണ്? വാല്യൂ ആഡഡ് ടാക്സിനെ നമ്മൾ VAT എന്നും പറയാറുണ്ട് കേട്ടോ. എന്താണ്? വാറ്റ് അഥവാ VAT എന്നും പറയാറുണ്ട്. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സും ചാർജ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഗവൺമെൻറ് തന്നെയാണ് ബേസിക്കലി വാല്യൂ ആഡഡ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ വാല്യൂ ആഡഡ് ടാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ആ സ്ഥലത്ത് എത്രയാണോ ടാക്സ് ആ ടാക്സ് നമ്മൾ അടയ്ക്കണം. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യുന്ന ഏത് സ്ഥലത്താണോ അവിടുത്തെ ടാക്സ് നമ്മൾ അടയ്ക്കണം. അതും കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഹോൾസെയിലർ അത് റീറ്റെയിലർക്ക് കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത സ്ഥലമായിരിക്കും, ആ ടാക്സ് നമ്മൾ അടയ്ക്കണം. അങ്ങനെ ഏതൊക്കെ സ്ഥലത്തൂടെ ഈ പ്രൊഡക്റ്റ് പോയിട്ടുണ്ടോ, അസംബിൾ ആവാൻ പോയിട്ടുണ്ടോ ആ സ്ഥലത്ത് എല്ലായിടത്തെയും എന്തടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതുകൊണ്ടാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് വാല്യൂ ആഡ് ചെയ്ത് നമ്മൾ ടാക്സിന്മേൽ ടാക്സ് അടയ്ക്കണം. എവിടെ? നമ്മുടെ വാല്യൂ ആഡഡ് ടാക്സിന്മേൽ. അതാണ് കളക്റ്റഡ് ബൈ ദ ഓൾ സെല്ലേഴ്സ് ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് ദ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഈ സപ്ലൈ ചെയിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതുകൊണ്ടാണ് എന്തിനാ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വാല്യൂ ആഡഡ് ടാക്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? ഓരോ സ്ഥലത്തും ഓരോ പെർസെൻറ്റേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ചാർജ് വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വാല്യൂ ആഡഡ് ടാക്സിന് പകരം എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ GST കൊണ്ടുവന്നത്. GSTയുടെ മെയിൻ പ്രത്യേകത, വാല്യൂ ആഡഡ് ടാക്സിന് പകരം കൊണ്ടുവന്ന GSTയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിഫോമിറ്റിയാണ്. അതായത് ഏതൊക്കെ സ്ഥലത്തൂടെ പോയാലും എല്ലായിടത്തും നമുക്ക് എന്താണ്? ഒരേ ടാക്സ് അല്ലെങ്കിൽ ഒരേ പെർസെൻറ്റേജ് ആണ് ഈടാക്കുന്നത്. അതാണ് GST കൊണ്ടുവിടാനുള്ള കാരണം. ഇനി GST സ്റ്റാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മൾ പറഞ്ഞല്ലേ, GST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. represents unique ideology of one nation one tax. അതായത് എല്ലാ സ്ഥലത്തും, ഒരു രാജ്യത്ത് എല്ലാ സ്ഥലത്തും എന്താണ്? ഒരൊറ്റ ടാക്സ് എന്താണുള്ളത്. അതായത് ഒരൊറ്റ നിശ്ചിത പെർസെൻറ്റേജും ഇന്ന സാധനങ്ങൾക്ക് എന്നുള്ള ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക. ഇനി ഫ്രം July 1, 2017 the government of India introduced GST. വാല്യൂ ആഡഡ് ടാക്സിന് പകരം 2017 ജൂലൈ 1 എന്ത് വന്നത്? GST വന്നത്. ഇനി ഈ GST തന്നെ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ CGST, IGST എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ് വേറെയും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണ് ടാക്സ്, എന്താണ് അതിൻ്റെ ടൈപ്സ് ഓഫ് ടാക്സസ്, എന്താണ് ഇത് തമ്മിലുള്ള പ്രത്യേകത ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാക്സിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രൈസ് ഓഫ് എ ടി വി ഈസ് 13,000. ഒരു ടി വിയുടെ പൈസ എന്ന് പറയുന്നത് 13,000 രൂപയാണ്. ദ സെയിൽസ് ടാക്സ് ചാർജ് ഓൺ ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 12%. അതിൽ വന്ന സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 12% ആണല്ലേ. അപ്പോൾ ബേസിക്കലി സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഈ 12% നിങ്ങൾ കണ്ടുപിടിക്കും, എല്ലാവരും മാർക്കും എല്ലാം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്, പക്ഷേ അത് നിങ്ങൾ ഈ 13,000 അല്ലെങ്കിൽ 13,000 നിന്ന് സബ്ട്രാക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കൗണ്ടാണ് കണ്ടുവച്ചത്. അപ്പോൾ ഡിസ്കൗണ്ട് ബേസിക്കലി എന്താണ്? റിഡക്ഷൻ ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ ടാക്സ് എവിടെയുണ്ടോ അവിടെ നിങ്ങൾ എന്തായിരിക്കും ബേസിക്കലി ചെയ്യേണ്ടത്? ആഡ് ചെയ്യുമായിരിക്കും ചെയ്യേണ്ടത്. കാരണം എന്താണ്? ആ ടാക്സ് എപ്പോഴും എന്താണ്? ആ ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് പ്ലസ് എമൗണ്ട് വരുന്ന നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സോ എന്തുകൊണ്ടും നമ്മുടെ ടാക്സ് വരുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കണം. എല്ലാ ക്വസ്റ്റ്യനിലും അല്ല, ബട്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, ഫൈൻഡ് ദ എമൗണ്ട് ദാറ്റ് വിനോദ് വിൽ ഹാവ് ടു പേ ഇഫ് ഹി ബൈസ് ഇറ്റ്. ഒരു വിനോദ് ടി വി നോക്കാൻ പോയപ്പോൾ അത് 13,000 ആയിരുന്നു. 12% ടാക്സോടെ വന്ന് ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രൈസ് എത്രയാണ്? പ്രൈസ് എന്ന് പറയുന്നത് 13K അല്ലെങ്കിൽ 13,000 ആണ്. ഇനി ടാക്സ് എത്ര ശതമാനമാണ്? ടാക്സ് 12% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 13,000ൻ്റെ 12% കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് എത്ര രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കണം എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്ത് വരും? 130 × 12 വരും അല്ലേ. അത് എത്രയാണ്? 1560 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ നമ്മൾ അടയ്ക്കണം? 1560 രൂപ അവിടെ ടാക്സ് എമൗണ്ട് തന്നെ വന്നു. ടാക്സ് എമൗണ്ട് ആരുടെ കൂടെ കൂട്ടണം? നമ്മുടെ ടി വിയുടെ പ്രൈസിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര വരും? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 13,000 പ്ലസ് 1560 എത്ര വരും? 14,560 അഥവാ 14,560 രൂപ അടയ്ക്കണം നമ്മൾ ആ ടി വി വാങ്ങണമെങ്കിൽ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മിയ പർച്ചേസ്ഡ് എ ഹെയർ ഡ്രയർ ഫോർ 5,400 ഇൻക്ലൂഡിംഗ് 8% VAT. ഫൈൻഡ് ദ പ്രൈസ് ബിഫോർ VAT വാസ് ആഡഡ് അഥവാ വാറ്റ് വാസ് ആഡഡ്. എന്താണ്? മിയ ഒരു ഹെയർ ഡ്രയർ വാങ്ങി. എത്ര രൂപയ്ക്കാണ് വാങ്ങി? 5,400 രൂപ അല്ലെങ്കിൽ 5,400 റുപ്പീസിനാണ് അത് വാങ്ങിച്ചത്. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഇൻക്ലൂഡിങ് 8% VAT, അതായത് ടാക്സ് അടക്കം 8% ടാക്സ് അടച്ചതിനുള്ള എമൗണ്ട്, അടച്ചു കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷേ അടയ്ക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആണ് തന്നിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് മുമ്പുള്ള ടാക്സ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ആഡ് ചെയ്യണമായിരുന്നു. ഇവിടെ നമുക്ക് അടച്ചതിന് ശേഷമുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കാമല്ലോ. ഫൈൻഡ് ദ പ്രൈസ് ബിഫോർ VAT വാസ് ആഡഡ്. ഇവിടെ നമുക്ക് നമ്മുടെ ടാക്സ് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് അറിയില്ല? നമുക്ക് എത്രയായിരുന്നു ഇനീഷ്യൽ പ്രൈസ് എന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു? ഇനീഷ്യൽ പ്രൈസ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനീഷ്യൽ പ്രൈസ് എത്രയാണ്? എക്സ് ആണല്ലേ. ഇനി എത്ര ശതമാനമാണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്? 8% ആണ്. 8% എനിക്ക് 8 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്തെന്ന് എഴുതണം? 8/100 എന്ന് എഴുതണം. ഓക്കെ, അപ്പം എന്ത് വരും? നമ്മുടെ ഇനീഷ്യൽ പ്രൈസിൻ്റെ കൂടെ 8/100 എക്സും കൂടെ വരും. എങ്ങനെ? നമ്മുടെ കമ്മോഡിറ്റി അല്ലെങ്കിൽ സാധനത്തിൻ്റെ പ്രൈസ് എക്സ് ആയിരുന്നു. എക്സിൻ്റെ 8% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 8/100 വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8x/100 എന്ന് എഴുതാം. ആ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 5,400 എന്ന്. ഓക്കെ, 5,400 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. എത്ര വരും? 100x പ്ലസ് 8x ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എത്ര വരും? 5,400 തന്നെ വരും. ഇവിടുന്ന് 100 നമ്മൾ ഓപ്പോസിറ്റ് അങ്ങോട്ട് എടുത്താൽ എന്ത് വരും? 100, അതായത് 10x വരും. 10x ഈസ് ഈക്വൽ ടു 100 അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എത്രയാവും? 5,40,000 ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 5,40,000 ഡിവൈഡഡ് ബൈ 108 എത്ര വരും? 5,40,000 ഡിവൈഡഡ് ബൈ 108 എന്ന് പറയുമ്പോഴത്തേക്കും 5,000 റുപ്പീസ് വരും. അതായത് 5,000 റുപ്പീസ് ആയിരുന്നു ഹെയർ ഡ്രയറിൻ്റെ ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത്. അവിടുന്ന് 8% നമ്മുടെ വാല്യൂ ആഡ് ടാക്സോടെ ആഡ് ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? നമ്മുടെ ഹെയർ ഡ്രയറിൻ്റെ പൈസ എന്ന് പറയുന്നത് 5,400 ആയിട്ട് വന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളും
പിന്നെ ഇതുവരെയുള്ള ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ റിപ്ലൈസ് അയക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. അടുത്ത കോൺസെപ്റ്റ് എന്താ പറയുന്നത് നോക്കിക്കേ. എന്താ പറയുന്നത്, രാജു ബോറോഡ് 20,000 ഫ്രം എ മണി ലെൻഡർ ആൻഡ് പേ 25,000 ആഫ്റ്റർ 2 years. എന്താ പറയുന്നത്, രാജു എന്ന് പറയുന്ന ഒരാൾ 20,000 രൂപ കടം വാങ്ങിച്ച് തിരിച്ച് 2 വർഷത്തിന് ശേഷം 25,000 രൂപ കൊടുത്തു. ഓക്കെ, ഹൗ മച്ച് എക്സ്ട്രാ മണി ഡിഡ് ഹി പേ? എത്ര രൂപയാണ് എക്സ്ട്രാ കൊടുത്തത്? 20,000 മേടിച്ച് 25,000 തിരിച്ച് കൊടുത്തെങ്കിൽ എക്സ്ട്രാ പേ ചെയ്ത മണി 25,000 മൈനസ് 20,000 5,000 ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? എന്താണ് അതിനെ വിളിക്കുന്നത്? 2 വർഷത്തിന് ശേഷം നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണത്? ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ബാങ്കിൽ നിന്നൊക്കെ നമ്മുടെ പാരൻസ് ഒക്കെ ലോൺ എടുക്കുന്നതും ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതിനൊക്കെ എന്താണ്, ഓരോ വർഷം അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് അവരൊരു പലിശ പറയും. ഒരു വർഷം 8%, ഒരു വർഷം 12% എന്നൊക്കെ അവർ നമുക്ക് പലിശ തരും. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്താണെങ്കിൽ ആ പലിശയും കൂടെ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അതേസമയം നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ എന്താണ്, ആ പലിശയും കൂടെ നമ്മൾ എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കണം അല്ലേ. സോ അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം, 5,000 റുപ്പീസാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്ത്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? ഇൻട്രസ്റ്റ് അല്ലേ, അഥവാ പലിശ എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത് നോക്കാം. ഏതൊക്കെ ഇൻട്രസ്റ്റാണ് ഉള്ളത്? നിങ്ങൾക്കറിയാവുന്ന ഇൻട്രസ്റ്റ് ഏതൊക്കെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ഇനി എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും പ്രത്യേകത നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ എ ഫിക്സഡ് പ്രിൻസിപ്പൽ എമൗണ്ട്. എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ അല്ലോ ലോൺ വാങ്ങിക്കുന്നതോ ആയ ഇനീഷ്യൽ പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അക്യൂർഡ് ഓവർ ടൈം ഈസ് നോട്ട് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ എമൗണ്ട്. എന്താണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വർഷങ്ങൾ കൂടുന്തോറും ആഡ് ചെയ്തായിരുന്നു. അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ 5,000 രൂപയാണെങ്കിൽ ഞാൻ 5,000 രൂപയുടെ പലിശയാണ് ആദ്യത്തെ വർഷം കൂട്ടുന്നത്. രണ്ടാമത്തെ വർഷം ആകുമ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 5,000 വെച്ച് തന്നെ ആയിരിക്കും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും കൂട്ടുപലിശ എന്ന് പറയും അല്ലേ. ഈ കൂട്ടുപലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തൊട്ട് പുറകിലെ വർഷത്തിലെയാണ്. ഈ തൊട്ട് പുറകിലെ വർഷത്തിൽ എത്രയായിരുന്നോ നമ്മുടെ എമൗണ്ട്, അതായത് ആദ്യത്തെ വർഷമാണെങ്കിൽ ഇപ്പോൾ 5,000 രൂപയാണെങ്കിൽ 5,000 രൂപയ്ക്ക് ആദ്യത്തെ വർഷം പലിശ ഒരു 500 രൂപയും കൂടെ ചേർത്ത് നമ്മൾ 5,500 റുപ്പീസ് വന്നെന്ന് വിചാരിക്കുക. ഇനി അടുത്ത വർഷം നമ്മൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 5,500 വെച്ചിട്ടായിരിക്കും. നമ്മുടെ ആദ്യത്തെ എമൗണ്ടായ 5,000 വെച്ചിട്ടായിരിക്കത്തില്ല. അതാണ് ക്യൂർഡ് ഓവർ ടൈം ഈസ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് മാറി വരും. സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്തായിരുന്നു, ഫിക്സ്ഡ് ആയിരുന്നു പ്രിൻസിപ്പൽ എമൗണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്കും അത് ആഡ് ചെയ്ത് ഓരോ വർഷത്തെയും പലിശയും നമ്മുടെ എമൗണ്ടും ആഡ് ചെയ്ത് അതിന്മേലുള്ള പലിശയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. കുറച്ച് പ്രോബ്ലംസോട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ആയിക്കോളും. ഓക്കെ, പ്രോബ്ലം സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, എ സം ഓഫ് ₹50,000 ഈസ് ബോറോഡ് അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. എന്താണ് 50,000 രൂപ 50,000 നമ്മൾ 10% ഇൻട്രസ്റ്റിന് വാങ്ങിച്ചു. ഓക്കെ, പെർ ആനം ഫോർ 2 years. ഒരു വർഷം 10% പലിശ, അല്ലെങ്കിൽ ഒരു വർഷം 10% ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് എത്ര രൂപ വാങ്ങിച്ചത്, 50,000 റുപ്പീസ് വാങ്ങിച്ചത്. എത്ര വർഷത്തേക്കാണ് വാങ്ങിച്ചത്, 2 yearsന് വേണ്ടിയാണ് വാങ്ങിച്ചത്. കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യണം, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൂടാതെ കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെൻ കോമ്പൗണ്ടഡ് ആനുവലി. ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന എടുത്ത് പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ 6 months കൂടുമ്പോൾ കൂട്ടുന്ന ഇൻട്രസ്റ്റും 3 months കൂടുമ്പോൾ ഹാഫ് ഇയർലിയും നമ്മുടെ ക്വാർട്ടർലി ഒക്കെ കൂട്ടുന്ന ഇൻട്രസ്റ്റുകളുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ ഗ്രേഡിൽ ചാപ്റ്ററിൽ. ബട്ട് ഈ വർഷം ആയപ്പോഴത്തേക്കും അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ പഠിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓൾസോ ഫൈൻഡ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 2 years ഇൻ ബോത്ത് കേസസ്. എന്ത് കണ്ടുപിടിക്കണം, 2 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വഴി എത്ര പലിശയാണ് അല്ലെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. അതുകൂടാണ്ട് ഓരോ വർഷം കഴിഞ്ഞിട്ടും 2 വർഷം കഴിയുമ്പോൾ ഈ 2 സ്ഥലത്തും അടയ്ക്കേണ്ട പൈസ, എത്ര രൂപ അടയ്ക്കണം എന്നുള്ള പൈസയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് ആദ്യത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ആദ്യത്തെ ആരാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ആദ്യത്തെ നോക്കിയേ, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 50,000 റുപ്പീസ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആർ എത്രയാണ്,
10% ആണ്. ഇനി നമുക്ക് ടൈം പീരീഡും ആവശ്യമുണ്ട്. എത്രയാണ് ടൈം പീരീഡ്? 2 years ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു ഫോർമുലയുണ്ട്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല? PTR/100 അല്ലെങ്കിൽ PRT/100 എന്നൊക്കെ പറയും. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഏതാണോ അത് പഠിച്ചോളുക. നമ്മൾ PTR/100 എന്നാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. PTR/100. ഓക്കെ, അതിൽ P എന്തായിരിക്കും? P നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. T എന്താണ്? ടൈം പീരീഡ് ആണ്. R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഓരോന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്ത് വരും? 50,000 ഇൻറ്റു ടൈം പീരീഡ് 2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഡിവൈഡഡ് ബൈ 100 ആണല്ലേ. ചെയ്ത് വരുമ്പോൾ എത്ര വരും? 50,000 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എത്രയായി? 1 lakh ആയല്ലേ. ഇൻറ്റു 10 ഇല്ലേ? ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. ലാസ്റ്റ് ആൻസർ എത്രയാണ്? 10,000 റുപ്പീസ് ആണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ പലിശ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ കേസിലെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? പലിശയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 2 വർഷത്തെ പലിശയാണെന്ത്? 10,000 രൂപ. അപ്പം നമ്മൾ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ്? ഓൾറെഡി 50,000 അല്ലേ നമ്മൾ ബോറോ ചെയ്തത്. അപ്പം എമൗണ്ട് ടു ബി പെയ്ഡ്, ടോട്ടൽ എമൗണ്ട് എത്ര വരും? പ്രിൻസിപ്പൽ എമൗണ്ടും പ്ലസ് നമ്മുടെ ഈ ഒരു ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് എത്ര വരും? പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ആയിരുന്നു. 50,000 പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ് വന്നത്? 10,000. ടോട്ടൽ എത്ര വരും? 60,000 റുപ്പീസാണ് നമുക്ക് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ തിരിച്ചടയ്ക്കേണ്ടി വരിക. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് പോയാലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ആക്ച്വലി ഫോർമുല ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫോർമുല വെക്കാണ്ടാണ്, ഫോർമുല യൂസ് ചെയ്യാണ്ടാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഫോർമുല യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഇൻ കേസ് നിങ്ങൾ ഫോർമുല മറന്നു പോയാലും എന്ത് ചെയ്താൽ മതി? നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ എഴുതുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര തന്നെയാണ്? 50,000 റുപ്പീസാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നെയാണ്? 10% ആണ്. ടൈം പീരീഡ് നമ്മൾ എന്താണ്? 2 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം നമ്മൾ ഓരോ വർഷത്തെയും ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് എന്തെന്ന് എഴുതാൻ പറ്റുള്ളൂ? 1 വർഷമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി നോക്കിക്കേ, നമുക്ക് ഓരോ വർഷത്തെയും സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഫോർമുല വെച്ചിട്ട് തന്നെ ചെയ്തു പോവാം. നോർമലി എന്ത് വരും? നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പലിശ എന്ന് പറയുന്നത് എത്ര വരും? 50,000 ഇൻറ്റു 1 വരും അല്ലേ ടൈം പീരീഡ്. R എത്രയാണ്? 10% ആണ്. ഡിവൈഡഡ് ബൈ 100 വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 50,000 ഇൻറ്റു 10 വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു 0 കൊണ്ട് ഇട്ടാൽ മതി അല്ലേ. ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 5,000 രൂപയാണ് ആദ്യത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വരുന്ന പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ഇയർ ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യത്തെ വർഷത്തെ നമുക്ക് കിട്ടി. സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുള്ള 50,000 കൂടെ ആരെയും കൂടെ കൂട്ടണം? നമുക്ക് കിട്ടി ആദ്യത്തെ വർഷത്തെ പലിശയും കൂടെ കൂട്ടണം. അത് എത്രയാണ്? 5,000 റുപ്പീസാണ്. എത്ര വരും? 50,000 പ്ലസ് 55,000 റുപ്പീസ് വരും അല്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര വന്നു? 55,000 റുപ്പീസ് വന്നു. ഇവിടെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറുന്നുണ്ടോ? ഇല്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% തന്നെയാണ്. ടൈം പീരീഡ് വീണ്ടും 1 ഇയർ ആണല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിലെ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്ത് വരും? 55,000 ഇൻറ്റു 1 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 വരും അല്ലേ. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 55,000 കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 100 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ എന്തായിരിക്കും? 5,500 ആയിരിക്കും നമുക്ക് വരുന്ന രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 5,500 നമ്മൾ ആരുടെ കൂടെ കൂട്ടണം? നമ്മുടെ ലാസ്റ്റ് എമൗണ്ട് ടു ബി പെയ്ഡ്. 2 വർഷമായിരുന്നു അല്ലേ നമ്മൾ ബോറോ ചെയ്ത പൈസ. ഓക്കെ, 2 വർഷത്തേക്കായിരുന്നു. ലാസ്റ്റ് എമൗണ്ട് ടു ബി പെയ്ഡ് എത്രയാണ്? നമ്മുടെ 55,000. നമ്മുടെ സെക്കൻഡ് ഇയറിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് നമുക്ക് ഈ ഇയർ കിട്ടിയ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. എത്ര വരും? 55,000 5,000 കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? നമ്മുടെ ടോട്ടൽ എമൗണ്ട് 60,500 വരും അല്ലേ. 60,500 ആണ് നമ്മുടെ
ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് അറ്റ് ലാസ്റ്റ് 2 ഇയേഴ്സ് എത്രയായിരുന്നു? 60,000 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്കും 60,500 കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? പേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു ഡിഫറൻസ്, നമ്മൾ പ്രീവിയസ് ഇയറിലെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ എമൗണ്ടിൽ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇൻട്രസ്റ്റുള്ള ചേഞ്ചാണ് ബേസിക്കലി നമ്മളിപ്പോൾ കണ്ടത്. ഒരേ എമൗണ്ട് തന്നെയാണ്, ഒരേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു, ഒരേ പീരീഡ് ഓഫ് ടൈമിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ എന്ത് വന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു പലിശ വന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്കും അവിടെ വേറൊരു പലിശ വന്നു. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളും കാരണങ്ങളും ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ കണ്ടു? ഡിസ്കൗണ്ട്, ആദ്യം നമ്മൾ റേഷ്യോ കണ്ടു, പെർസെൻറ്റേജ് കണ്ടു, പെർസെൻറ്റേജ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കി. അതിനുശേഷം എന്ത് കണ്ടു? ഡിസ്കൗണ്ട് കണ്ടല്ലേ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കി, അതിൻ്റെ പ്രോബ്ലംസ് നോക്കിയിരുന്നു. അതിനുശേഷം എന്ത് കണ്ടു? അതിനുശേഷം ടാക്സ് കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ്, സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, അതുപോലെ GST ടൈപ്പ് ഓഫ് ടാക്സസ്, എന്തൊക്കെയാണ് പ്രത്യേകത, ടാക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടു. അതിനുശേഷം നമ്മളിപ്പം ലാസ്റ്റ് എന്ത് കണ്ടു? ഇൻട്രസ്റ്റ് കണ്ടു അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടു, അവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ കണ്ടു. അപ്പോൾ അടുത്തൊരു ചാപ്റ്ററിൽ കാണുന്നവരേക്കും ബൈ. Manorama Horizon. Learning made simple.